അടിയന്തരാവസ്ഥയുടെ ചരിത്രമുറങ്ങുന്ന കക്കയത്ത് പോരാളികൾ വീണ്ടും ഒത്തുചേർന്നു. ഓർമ്മകളുടെ പോരാട്ട സംഗമം LDF കൺവീനർ TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അടിയന്തരാവസ്ഥ എന്ന് കേട്ടാൽ മലയാളിയുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന സ്ഥലനാമമാണ് കക്കയം. കോൺഗ്രസ് സർക്കാരിന്റെ തേർവാഴ്ചയുടെ പ്രതീകമായ കക്കയം ക്യാമ്പ് പോലീസിന്റെ ക്രൂരമർദ്ദനങ്ങൾക്കും രാജ്യന്റെ രക്തസാക്ഷിത്വത്തിനും സാക്ഷിയായ മണ്ണ്. അടിയന്തരാവസ്ഥക്കെതിരെ പ്രതികരിച്ച നൂറുകണക്കിന് പോരാളികളെയാണ് കക്കയം ക്യാമ്പിൽ പോലീസുകാർ ക്രൂരമായ പീഡനങ്ങൾക്കിരയാക്കിയത്. 50 വർഷങ്ങൾക്കിപ്പുറം ബാലുശ്ശേരിയിലെ പോരാളികൾ വീണ്ടും കക്കയത്ത് ഒത്തുചേർന്നു. CPIM ബാലുശ്ശേരി ഏരിയ കമ്മിറ്റിയാണ് ഓർമ്മകളുടെ പോരാട്ടം സംഘടിപ്പിച്ചത്. കക്കയം ക്യാമ്പിൽ പോലീസിന്റെ ക്രൂരമർദ്ദനത്തിനിരയായ CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും LDF കൺവീനറുമായ TP രാമകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ കക്കയം ക്യാമ്പിലുള്ള സമയത്താണ് രാജൻ കൊല ചെയ്യപ്പെട്ടത്. ഇവിടെ ചിലപ്പോൾ രാജൻ കൊല ചെയ്യപ്പെട്ടത് കൊണ്ടായിരിക്കാം ഞങ്ങളിൽ പലരും ഇന്നും ജീവിച്ചിരിക്കുന്നത്. ക്യാമ്പിൽ ഞങ്ങളെ പിടിച്ചു കൊണ്ടുവന്ന് ചോദ്യം ചെയ്യലോ കൊല്ലോ എന്തെങ്കിലും ചെയ്യട്ടെ. ഈ നാടെന്ന് തെറ്റു ചെയ്തു. കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ അറിയപ്പെടുന്ന എല്ലാ കമ്മ്യൂണിസ്റ്റുകാരെയും, പാർട്ടി നേതാക്കന്മാർ, പാർട്ടി പ്രവർത്തകന്മാർ, പാർട്ടി ബന്ധുക്കൾ, അവരെയെല്ലാം പോലീസ് തെരഞ്ഞുപിടിച്ച് ക്യാമ്പിൽ എത്തിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പലരും മർദ്ദനത്തിന് വിധേയമായി. KM സച്ചിൻ ദേവ് MLA അധ്യക്ഷത വഹിച്ചു. അടിയന്തരാവസ്ഥയിൽ ജയിൽവാസം അനുഭവിക്കുകയും പോലീസ് പീഡനത്തിനിരയാവുകയും ചെയ്ത പോരാളികളെ ജില്ലാ സെക്രട്ടറി M മെഹബൂബ് ആദരിച്ചു. ഇസ്മായിൽ കുറുമ്പോയിൽ, TK സുമേഷ് എന്നിവർ സംസാരിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.